ചെമ്പനീർ പൂ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയെയും രേവതിയെയുമാണ്. സച്ചി രേവതിയുമായിട്ട് അമ്പലത്തിൽ പോയി തിരികെ വരികയാണ്. ഇതേ സമയം രേവതി ബൈക്കിൽ കയറിയിരിക്കുന്നുണ്ട്, കയ്യിലൊരു മാങ്ങ കൂടിയുണ്ട്. അങ്ങനെ ബൈക്കിൽ കയറിയിരിക്കുമ്പോഴാണ് അറിയുന്നത് പഞ്ചറാണ് ടയർ എന്ന്. അയ്യോ പഞ്ചറായല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് അത് ശരിയാക്കാമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്ന ഇടയിൽ ഒരു പന്ത് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്. ഇതേ സമയം പന്ത് നോക്കുമ്പോൾ അത് ആദിയാണ്. അവർ നാട്ടിലോട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ബസ്സിൽ കണ്ട കുട്ടിയാണ് ഈ ആദി. അപ്പം നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഈ ആദി ഓടി വരികയാണ്. അപ്പോൾ ആദിയോട് ചോദിക്കുന്നുണ്ട് ആദി നിൻ്റെ വീടാണോ എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി വരൂ എന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടുപോവുകയാണ്. എന്നാൽ സച്ചിയേട്ടൻ നമുക്ക് കയറിയാലോ എന്ന് പറഞ്ഞ് സച്ചിനെയും കൂട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ ആദ്യയുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്നിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ. അപ്പോൾ ഇതാണോ വീട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ഇത് ഞങ്ങളുടെ തറവാടാണ്, ഇവിടെ അനിയത്തിയാണ് താമസിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്നാൽ രേവതി കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ, എൻ്റെ വണ്ടി പഞ്ചറാണ്, അപ്പോൾ അതൊന്ന് ശരിയാക്കി വരുന്നവരെ രേവതി ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ നിന്നോളൂ എന്ന് പറയണം. അങ്ങനെ ഇന്ന് രേവതി മോളെ കയറി വരൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് അല്ല ആൻറ്റി നമുക്ക് കളിക്കാം. എന്താ ആദ്യം ഇത്, ആൻറ്റി വന്നിട്ട് ആൻറ്റീനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാനിവിടെ അവൻ്റെ കൂടെ കളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഈ ഒരു അമ്മമ്മയ്ക്ക് കോള് വരികയാണ്, ശ്രുതിയുടെ കോളാണ് വരുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ നേരത്ത് നീ വിളിക്കാറില്ലല്ലോ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നീ വിളിക്കാറില്ല, നീ ഇപ്പോൾ ദേഷ്യപ്പെട്ട് വെച്ച് പോയതല്ലേ എന്ന് പറയാണ്. നിനക്കിപ്പോൾ നിൻ്റെ മോനെ ഒരു ശ്രദ്ധയും ഇല്ല എന്ന് പറയാണ്. ഇനി ആൻറ്റിയോട് ഞാൻ സംസാരിക്കില്ല എന്നൊക്കെയാണ് ആദി പറയുന്നത് എന്ന് പറയാണ്. നീ തന്നെ പറഞ്ഞോ എന്ന് പറഞ്ഞ് ആദിക്ക് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യോട് പറയുന്നുണ്ട് ആൻറ്റിയാണെന്ന് പറയാണ്. പറയേ ആൻറ്റി, എന്താ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്താ മോനെ ആൻറ്റിയോട് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ എനിക്ക് പുതിയൊരു ആൻറ്റി വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ കളിക്കുകയാണ് എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ആരാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ബസ്സിൽ കണ്ടതാണ്, ആ കുട്ടിയാണെന്ന് പറയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടവരെ വീട്ടിൽ കയറ്റിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് മറുപടി ഒന്നും കൊടുക്കാതെ മുത്തശ്ശി കട്ട് ചെയ്യണം. അങ്ങനെ ആദ്യം അതുപോലെ രേവതി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സച്ചി വന്ന് രേവതീനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ അച്ഛനെയും അമ്മയെയുമാണ്. അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അച്ഛൻ പുറത്തു പോകാൻ വേണ്ടി പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് പൈസയൊന്നുമില്ല, എന്താ ഇനി ചെയ്യുക, പെൻഷനും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അമ്മ പറയുകയാണ്. അപ്പോൾ ഇതേ സമയം അച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ കിട്ടുന്നില്ല, പോയി നോക്കുന്നുണ്ടല്ലോ, എന്താ അറിയില്ല, ഇപ്പം ശ്രുതിക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ, 2-3 മാസം കഴിഞ്ഞാൽ അവൻ തന്നെ എല്ലാം നോക്കിക്കോളും എന്ന് പറയാണ്. പിന്നെ ശ്രുതി 3 മാസം ഉണ്ടാക്കുന്നത് സച്ചി 1 വർഷം കഷ്ടപ്പെട്ടാലും കിട്ടില്ല, അത്രയും രൂപയുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് അത് തന്നെയാണ് നീ ഇത്രയും കാലം കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഇത്രയും കാലം നോക്കിയത് സച്ചി തന്നെയല്ല, അവനിങ്ങനെ ജോലി ചെയ്ത് കാറിലും ഓടിച്ചിട്ട് തന്നെയല്ല ഇപ്പോൾ ഇതൊക്കെ നോക്കിയത് എന്ന് പറയാണ്. അങ്ങനെ സച്ചിയുടെ അമ്മ പറയുന്നുണ്ട് ശ്രുതിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ബാമ വന്നിരുന്നു, ബാമ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ കൊടുക്കണം, ഏകദേശം ഒരു 10 പവനെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാണ് ബാമ പറഞ്ഞത് എന്ന് പറയാണ്. അതിനു വേണ്ടി അച്ഛമ്മയുടെ കാല് പിടിക്കാനും അമ്മയുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്, അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ശ്രുതിക്ക് എന്തെങ്കിലും കൊടുത്താൽ ഭാവിയിൽ നമുക്കത് ഉപകാരം തന്നെയാണ്. ഇപ്പം അച്ഛനായിട്ട് പ്രശ്നമാണെങ്കിലും ഭാവിയിൽ അത് ശരിയായിക്കൂടാന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടും എന്നൊക്കെ പറയണം. അങ്ങനെ എന്നാൽ ശരി ഞാൻ യൂണിയൻ ഓഫീസിൽ പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് അച്ഛൻ. അതിനുശേഷം ശ്രുതി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മേ എന്താ എന്തെങ്കിലും കൊടുക്കണ്ടേ, എന്താ കൊടുക്കുക, അങ്ങനെയൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കാം നമുക്ക്, അച്ഛമ്മയുടെ അടുത്ത് അമ്മ പോയി ചോദിക്കുമോ, അപ്പോൾ അങ്ങനെയൊക്കെ പറയാണ്. ഇതേ സമയം അമ്മ പറയുന്നുണ്ട് മോനെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാടൻ കെട്ട് അച്ഛമ്മയുടെ അടുത്ത് പോയി ചോദിക്കുക എന്നൊക്കെ കരുതിയത്, അപ്പം ഞാൻ എന്തായാലും അച്ഛമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള മാന്യത നമുക്ക് ചെയ്യാമെന്ന് പറയാണ്. എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, നീയും ശ്രുതിയും സുഖമായി ജീവിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ശ്രുതി വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിനും അമ്മ കൂട്ടു നിന്നിട്ടുണ്ട്, എല്ലാം മറച്ചു വെച്ച് ഞാൻ അമ്മയുടെ അടുത്ത്, അമ്മ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്താ മോനെ ഈ പറയുന്നത്, ആ ജോലിയും പോയോ, എന്താ ഇനിയിപ്പോൾ ചെയ്യുക, എന്നെ പറഞ്ഞു വിട്ടതാണ് അമ്മേ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഓരോ ജോലി ഓരോ ആഴ്ച പോലും നീ നിൽക്കുന്നില്ലല്ലോ മോനെ, എന്താ ഇനി ചെയ്യുക, എൻ്റെ അറിവ് കൂടിപ്പോയി അമ്മേ, അതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് നമ്മുടെ ശ്രുതി പറയാണ്.
എന്താ നീ ഇത്ര നാളും എന്നോട് ഇത് പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വിഷമമാവുമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ശ്രുതിയും പറഞ്ഞു അമ്മേനെ വിഷമിപ്പിക്കരുത് എന്ന്. അമ്മ ഇതറിഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുമെന്ന് ശ്രുതിയും പറഞ്ഞ കാരണം ഞാൻ അമ്മയുടെ അടുത്ത് ഇക്കാര്യം ഒന്നും പറയാത്തത് എന്ന് പറയാണ്. ശ്രുതി നല്ലൊരു മരുമകളായിരിക്കും, അവൾക്ക് 10 100 പവൻ കൊടുത്താലും അത്രയും നല്ലതാണ്, നല്ല സ്വഭാവമാണ് ശ്രുതി എന്ന് പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം അമ്മയും പറയുന്നുണ്ട്, അത് എനിക്കറിയാം മോനും ശ്രുതിയും നല്ല പോലെ ജീവിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ, ഞാൻ അതിനു വേണ്ടി ആരുടെ മുൻപിൽ വേണമെങ്കിലും കൈ നീട്ടാൻ തയ്യാറാണ്, അച്ഛമ്മയുടെ അടുത്ത് ഞാൻ പോവാമെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാർവതി അമ്മ അവിടെ സച്ചിക്ക് വേണ്ട വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതുപോലെ അച്ഛമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ എന്ന് വിളിച്ചിട്ട് സച്ചി വരുന്നുണ്ട്. ഭയങ്കര വേദനയാണ്, മേലൊക്കെ വേദനിക്കുന്നുണ്ട്, നാളെ തൊട്ട് അമ്പലത്തിൽ പോകാൻ മാത്രം ഞാനുണ്ട്, അതല്ല കറങ്ങാനൊന്നും ഞാനില്ലട്ടെ അച്ഛമ്മ, നല്ല വെയിലാ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അതേ നല്ല ചൂടല്ലേ, അപ്പോൾ മേലും കൈയൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നു, അതൊക്കെ അച്ഛമ്മയ്ക്ക് അറിയാമല്ലേ, എന്നിട്ടാണല്ലേ എന്നെ ഇങ്ങനെ പറഞ്ഞയക്കുന്നതെന്ന് പറയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് രേവതിയും വരുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അടുത്ത് പറയുന്നുണ്ട്, അച്ഛമ്മ എൻ്റെ തലയിൽ ഇച്ചിരി എണ്ണ തേച്ച് തരുമോ, എൻ്റെ തലയൊന്ന് അച്ഛമ്മ തേക്കുമ്പോൾ നല്ല സുഖമാണ്, അച്ഛമ്മ തേച്ച് തരുമോ എന്ന് പറയാണ്. അപ്പോൾ ഇതേ സമയം അച്ഛമ്മ പറയുന്നുണ്ട്, എൻ്റെ കൈ തീരെ വയ്യ, എൻ്റെ കൈ കണ്ടോ വിറയ്ക്കുന്നത് കണ്ടോ, ഇതുപോലെ വിറയ്ക്കുകയാണെന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ എന്താ തബല വായിക്കുക, അച്ഛമ്മയ്ക്ക് പെട്ടെന്ന് എവിടുന്ന ഒരു കൈവറ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോൾ എനിക്ക് തേക്കാൻ വയ്യ, നിൻ്റെ കണ്ണിൽ എൻ്റെ കൈ കൊള്ളുമെന്ന് പറയാണ്. ഇതേ സമയം എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി മോളെ പോയിട്ട് എണ്ണ എടുത്തിട്ട് വരുമെന്ന് പറയാണ്. അങ്ങനെ രേവതി എണ്ണ എടുത്ത് വരികയാണ്. ഇനി നിനക്ക് രേവതി തലയിൽ എണ്ണ തേച്ച് തരുമെന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ ആ എണ്ണ എടുത്ത് കയ്യിലെടുത്തിട്ട് തലയിൽ 2 മേട്ടൊക്കെ മേടി തേക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും വേറെ ആര് തേക്കുമ്പോൾ എനിക്ക് കിട്ടില്ല, എനിക്ക് അച്ഛമ്മ തേച്ച് തന്നാൽ മതി എന്ന് പറയാണ്. അതല്ല, ഇനി തൊട്ട് രേവതിയാണ് നിനക്ക് തലയിലൊക്കെ എണ്ണ തേച്ച് തരേണ്ടത്, നിനക്ക് തലവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ തേച്ച് തരുമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ സച്ചി സമ്മതിക്കുന്നില്ല, പറ്റില്ല അച്ഛമ്മയ്ക്ക് പറ്റില്ല, അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് അവനവിടെ ഇരുത്തിയിട്ട് രേവതി നീ തേച്ച് കൊടുത്ത് അച്ഛമ്മ പോവാണെന്ന് പറഞ്ഞ് അച്ഛമ്മ പോയിട്ടോ. എന്നാൽ സച്ചിയേട്ടൻ ഞാൻ തേച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് തേക്കേണ്ട, ഞാൻ തേച്ചോളാം, ഞാൻ തേച്ച് കുടിച്ചോളാം എന്ന് പറയാം, ഞാൻ കുളത്ത് പോയി കുളിച്ചോളാം, ഞാൻ ഇവിടുന്ന് കുളിക്കുന്നില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ തേച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയേട്ടനെ തന്നെ തേച്ചോളൂ എന്ന് പറഞ്ഞ് എണ്ണ സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി ചെറിയൊരു സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോയി കേട്ടോ. അതിനുശേഷം പാർവതി അമ്മ അവിടെ ഇരുന്നിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനെന്തിനാ വെള്ളം തിളപ്പിക്കുന്നത്, ഞാനും പോകണമെന്ന് പറഞ്ഞിട്ട് പാർവതി അമ്മയും പോയി. അപ്പോൾ പിന്നെ സച്ചി ആകെ വെല്ലാണ്ടായി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി സങ്കടത്തോടു കൂടി ഇങ്ങനെ മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പാർവതിയും അതുപോലെ അച്ഛമ്മയും കൂടെ കയറി വരികയാണ്. എന്താ മോളെ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നത്, എന്താ പ്രശ്നം, അവൻ എണ്ണ തേപ്പിച്ച് കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലേ സച്ചേട്ടൻ തേച്ചോളാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാർവതി അമ്മ പറയുന്നുണ്ട്, അതിന് മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സച്ചിയുടെ ദേഷ്യം അങ്ങനെയല്ലേ, അവന് എന്തൊരു ദേഷ്യമാണ് അവനെ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ അവൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അതൊക്കെ മാറും, അതൊക്കെ മാറി മോളെ നല്ല പോലെ സ്നേഹിക്കും, നോക്കിക്കോ, പിന്നെ ഞാൻ എണ്ണ തേച്ച് തരണ്ട, എനിക്കെൻ്റെ രേവതി തേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ വരെ അവിടുന്ന് ഓടിക്കും, നീ പേടിക്കണ്ട എന്ന് പറയാണ്. എനിക്ക് ആദ്യമൊക്കെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അച്ഛമ്മേ, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കല്യാണമല്ലേ, അങ്ങനെ സച്ചേട്ടന് ഇഷ്ടമല്ല, അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു, അവരുടെ മനസ്സിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാകും, അവന് ഇഷ്ടപ്പെടാത്തൊരു കല്യാണം നടത്തിയതല്ല, അവൻ അതിന്ന് ഒന്ന് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും, ഒക്കെ റെഡിയാവും എന്ന് പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു കോൾ വരുന്നു. ഹലോ, ആരാണ്? ഡോക്ടർ ഷെഫ്, ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായി, എൻ്റെ 5 സ്റ്റാർ കസ്റ്റമർ അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തേലും ഡിഷ് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തേലും പറഞ്ഞു തന്നാൽ അതേപോലെ ഞാൻ ഉണ്ടാക്കിത്തരാം, ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഫ്ലേവർ, എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് സാൻഡ്വിച്ച് നല്ല ഇഷ്ടമാണെന്ന് പറയുകയാണ്. അങ്ങനെ സാൻഡ്വിച്ചിൽ തന്നെ ചിക്കനാണോ, അതുപോലെ സോസേജ് വെച്ചാണോ, എഗ്ഗ് വെച്ചാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സ്പൈസി ആണോ, സ്വീറ്റ് ആണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ഓക്കെ, ഞാൻ എന്തായാലും തനിക്കുള്ള ഡിഷ് ഉണ്ടാക്കി വയ്ക്കാൻ നിങ്ങൾ ആളെ വിട്ടോളൂ എന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അതേപോലെ നമ്മുടെ രേവതിയെയുമാണ്. അവർ വീണ്ടും അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിലോട്ട് പോകുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഈ 11 ദിവസത്തെ അമ്പലത്തിൽ പോക്ക് എന്നുള്ളത് ഒരു 3 ദിവസം ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ പറ്റില്ല, 11 ദിവസവും പോകണം എന്ന് പറയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീയും ഒരു കലാവധിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പറയൂട്ടോ എന്ന് പറയാണ്.
എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം, അപ്പോൾ നീയും പോരെ, നമുക്ക് അവിടെ പോയിട്ട് നേരെ പോവാം എന്ന് പറയണം. അപ്പോൾ ഞാനൊന്നുമില്ല ഫ്രണ്ടിൻ്റെ അടുത്ത്, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിച്ച് ഒരുപാട് നേരം എടുക്കും. നീ വന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കും. അതിലും നല്ലത് നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാമെന്ന് പറയാണ്. അയ്യോ ഞാനൊന്നും ഇവിടെ നിൽക്കില്ല, ഈ പരിചയമില്ലാത്തടത്ത് ഞാനെങ്ങനെ ഇവിടെ നിൽക്കുക എന്ന് പറയാണ്. അല്ലെങ്കിൽ സച്ചേട്ടനൊരു കാര്യം ചെയ്യുക, ആദ്യയുടെ വീട് ഇവിടെ അടുത്തല്ലേ, എന്നെ ആദ്യയുടെ വീട്ടിലാക്കി തന്നാൽ മതി, എന്നിട്ട് സച്ചേട്ടൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി എന്ന് പറയാണ്. എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രേവതിനെ ഇറക്കി കൊടുത്തിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രേവതി സച്ചിയെ നല്ല സ്നേഹത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് റിവ്യൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.